അമേരിക്ക എന്താ കരുതിയത്? ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിങ്ങളുടെ മാത്രം കുത്തകയാണെന്നോ? കുറേ കാലം ഇതിനുവേണ്ടി ചൈനയെ ഒതുക്കാൻ നോക്കി. എന്നിട്ടോ ലോകത്ത് ചൈനയുടെ വളർച്ച മുരടിച്ചു പോയോ? ഒരിക്കലുമില്ല. അത് കഴിഞ്ഞ് ഇറാനെ വിരട്ടാൻ തുടങ്ങി. എന്നിട്ടോ അമേരിക്കയുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പാറിക്കുന്ന പുതിയ ആയുധവുമായിട്ടാണ് ഇറാന്റെ ഇപ്പോഴത്തെ കടന്നുവരവ്. അമേരിക്കയുടെ അഹങ്കാരത്തിന് ഇറാന്റെ ചെക്ക്. എന്താണ് പുതിയ വാർത്തയെന്നല്ലേ നമുക്ക് പരിശോധിക്കാം. ലോകാധിപനാണെന്ന് സ്വയം വിശ്വസിക്കുന്ന മറ്റേത് രാജ്യത്തെയും തന്റെ വരുതിയിലാക്കാൻ കഷ്ടപ്പെടുന്ന അമേരിക്ക ഇന്ന് പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പ്രകൃതി ഒരുക്കുന്ന വെല്ലുവിളികളും അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ ചെയ്തു കൂട്ടുന്ന മണ്ടത്തരങ്ങളും ചേർന്ന് ആ ജനത ഇന്ന് സഹിക്കുന്നതിന് പരിധികളില്ല. അപ്പോഴും ഇറാനെ പഠിപ്പിക്കാനാണ് അമേരിക്കയ്ക്ക് തിരക്ക്. ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് മൂക്കുകയറിടാൻ വെമ്പൽ കൂട്ടുന്ന അമേരിക്ക ആ സമയത്തിന്റെ പകുതി സ്വന്തം ജനതയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയായിരുന്നുവെങ്കിൽ അവരെന്നോ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്ന് തോന്നുന്നു. കാര്യത്തിലേക്ക് വരാം. ലോകത്തിന്റെ കേന്ദ്രം തന്നെ അമേരിക്കയാണെന്നാണ് അവർ കണ്ണടച്ച് വിശ്വസിക്കുന്നത്. എന്നാൽ ആ വിശ്വാസം കുറെയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. കാരണം ചൈനയും റഷ്യയും ഒക്കെ തന്നെ അമേരിക്കയുടെ വളർച്ചയോളം അല്ലെങ്കിൽ അമേരിക്കയേക്കാൾ വളർച്ച കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതൊന്നും ലോകത്തെ അറിയിക്കാതിരിക്കാൻ അമേരിക്ക തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അമേരിക്ക എന്ന അധിപന്റെ പതനമാണ് ഇപ്പോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ഗാസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി ആളാവാനെത്തിയ ട്രംപിന്റെ നടപടികൾ അമേരിക്ക എന്ന രാജ്യം ആരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ളതായിരുന്നു. എന്നാൽ ഇതേ അടവും കൊണ്ട് അമേരിക്ക ചെന്നെത്തിയത് ഇറാന്റെ മുന്നിലാണെന്ന് മാത്രം. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇറാനും അമേരിക്കയും ശത്രുക്കൾ തന്നെയാണ്. ട്രംപിന്റെ അധികാര പരിധിയിലേക്ക് അമേരിക്ക എത്തിയ കാലം മുതൽ ഇറാനും അമേരിക്കയുമായുള്ള ശത്രുത വർദ്ധിക്കുകയല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. എന്നാൽ 2025 ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇറാനുമായി ഒരു സമവായത്തിലെത്താനുള്ള കഷ്ടപ്പാടിലാണ് അദ്ദേഹം. അതിനുവേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളിൽ അമേരിക്കയ്ക്ക് കൈയിന്ന് പോയി എന്നതാണ് വാസ്തവം. കഴിഞ്ഞ 3 വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് റഷ്യയുമായി മികച്ച ബന്ധം സ്ഥാപിച്ച് ഇറാനുമായി സമവായത്തിലെത്താനായിരുന്നു ട്രംപിന്റെ പദ്ധതി. എന്നാൽ ട്രംപിന്റെ വാശിക്കോ ട്രംപിന്റെ ധാർഷ്ട്യത്തിനോ വഴങ്ങാൻ മറ്റു രാജ്യങ്ങളെ പോലെ നിന്നുകൊടുക്കുന്ന രാജ്യമല്ല ഇറാൻ എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ പറയുമ്പോൾ പാളിച്ച പറ്റിയത് അമേരിക്കയ്ക്കാണെന്ന് വ്യക്തമാണല്ലോ. ഈ ഘട്ടത്തിൽ സഹായിക്കാൻ എത്തുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ച റഷ്യ തിരിഞ്ഞു നോക്കാത്തതും അമേരിക്കയുടെ മറ്റൊരു തിരിച്ചടിയാണ്. ഇറാനെ തൊട്ടാൽ കൈവെട്ടുമെന്ന് റഷ്യ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ചെറിയ സൗഹൃദത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ടുള്ള ഇറാനുമായുള്ള റഷ്യയുടെ ബന്ധം വഷളാക്കാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് റഷ്യയുടെ ഈ വിഷയത്തിലെ നിലപാട്. ഇറാനോടുള്ള അമേരിക്കയുടെ കളികൾ സൂക്ഷിച്ചു വേണമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ട്രംപിന്റെ പദ്ധതികളൊക്കെ പാളി തുടങ്ങി. മാത്രവുമല്ല, ഇത്ര വർഷം കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ പലരെയും അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടല്ലോ. വളരാൻ അനുവദിക്കാതെയാണ് പല രാജ്യങ്ങളെയും അമേരിക്ക ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനി ചൈന തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രവുമല്ല, ഉത്തര കൊറിയയും ആ പട്ടികയിൽ കാണാവുന്നതാണ്. ഈ കൂട്ടത്തിലെ ഒരു സുപ്രധാന രാജ്യമാണ് ഇറാനും. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ വിരുദ്ധത ഈ രാജ്യങ്ങളെ എല്ലാവരെയും അടുപ്പിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ രാജ്യങ്ങൾ, അതായത് റഷ്യ, ഉത്തര കൊറിയ, ഇറാൻ, ചൈന എന്നീ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് അണിനിരക്കുകയും അമേരിക്കയ്ക്കെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനത്തിന് പോലും തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതെല്ലാമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇതിന്റെ എല്ലാം സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് ഇറാനെതിരെ ആഞ്ഞടിക്കാൻ അമേരിക്ക തയ്യാറാകുന്നത്. റോമിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ട്രംപ് ഇറാന് നേരെ വീശിയടിക്കുകയാണ്. പക്ഷേ അതൊക്കെ വെല്ലുവിളിയിൽ മാത്രമേ ഒതുങ്ങൂ എന്നതാണ് മറ്റൊരു സത്യം. അതിന്റെ കാരണം ഇറാന്റെ കൈവശമുള്ളതും പുറത്തെടുത്തതും എടുക്കാത്തതുമായ ആയുധ ശേഖരങ്ങൾ ഒന്നു തന്നെയാണ്. തങ്ങളുടെ ആയുധപ്പുരയിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിയൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സസിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ കിയൂമർസ് ഹൈദാരി. ഇത് ഏത് ഭീഷണിയെയും നിർണായകമായി നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണ്ണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. തങ്ങളുടെ കൈവശം വളരെ നൂതനമായ ആയുധങ്ങളുണ്ട്. അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യമോ ആയവയാണ്. കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണവയെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത ആയുധങ്ങളായി പലതും തരം തിരിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ കഴിവുകൾ എല്ലാം അസാധാരണമാണെന്നും ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു. ഇറാനിലെ അൽ അലം വാർത്താ ശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച കമാൻഡർ തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും കൂട്ടിച്ചേർത്തു.
1980-88 കാലഘട്ടത്തിൽ ഇറാനെതിരെ യുദ്ധം നടത്തിയതിനു ശേഷം പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ ആധുനികവും ചലനാത്മകവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് മാറി. അതിനുശേഷം കരസേനയ്ക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നെന്നും ഹൈദാരി എടുത്തു പറഞ്ഞു. ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിലുള്ള ചലനം, പൂർണ്ണ ആക്രമണശേഷി, വേഗത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ ആയുധങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കരസേന ഉപയോഗിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ അതിർത്തികളിലുടനീളം സമഗ്രമായ സാഹചര്യ അവബോധവും സുരക്ഷാ കവറേജും കരസേന സാധ്യമാക്കുന്നുണ്ടെന്നും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയും ചെയ്തു. കൂടാതെ സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനായി വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി 10 ഡിവിഷനുകളെ തന്ത്രപരമായി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെന്നും കമാൻഡർ വിശദീകരിക്കുന്നു. എന്നിരുന്നാലും സൈനിക വിന്യാസം എല്ലാ ഭീഷണികളും ഇല്ലാതാക്കി എന്നല്ല അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. മറിച്ച് അതിർത്തികളിൽ ശാശ്വത സുരക്ഷയും പ്രതിരോധ സാന്നിധ്യവും സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. എല്ലാ വർഷവും മാർച്ചിൽ ആരംഭിക്കുന്ന സൈനികാഭ്യാസങ്ങൾ കരസേന രാജ്യത്തിന്റെ കിഴക്കൻ, പടിഞ്ഞാറൻ തീരദേശ മേഖലകളായി നടത്തിയിരുന്നുവെന്നും ഹൈദാരി കൂട്ടിച്ചേർത്തു. നിലവിലുള്ള ഭീഷണികളുടെയും ഭാവിയിലെ അപകടങ്ങളെയും കുറിച്ചുള്ള സേനയുടെ വിലയിരുത്തലിന്റെയും വെളിച്ചത്തിൽ അതിന്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ സന്നദ്ധത നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്, ഞങ്ങളുടെ കൈകൾ ട്രിഗറിലാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് എന്തിനും തയ്യാറാണെന്ന് തന്നെയാണ് ഇറാന്റെ സേന നമ്മളോട് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകളിൽ, പ്രത്യേകിച്ച് സൈനിക മേഖലയിൽ ഇറാൻ സജീവമായി നിക്ഷേപം നടത്തിവരുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇറാന്റെ ആയുധ വികസനം അസമമായ യുദ്ധത്തിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. പരമ്പരാഗത വ്യോമ, കര ശക്തികളിലെ പരിമിതികൾ കണക്കിലെടുത്ത് ഡ്രോണുകൾ, സൈബർ കഴിവുകൾ, ഇപ്പോൾ യിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ തുടങ്ങിയ നൂതനാശയങ്ങൾക്ക് ഇറാൻ പ്രാധാന്യം നൽകി വരികയാണ്. മെച്ചപ്പെട്ട ടാർഗറ്റിംഗ്, നിരീക്ഷണം, സ്വയംഭരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി സംയോജിപ്പിക്കുന്നതിൽ ഇറാനിയൻ സൈന്യവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോംഗ്രസും താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാന്റെ യുടെ ഏറ്റവും നൂതനമായ ആപ്ലിക്കേഷനുകളൊന്ന് അതിന്റെ ഡ്രോൺ പ്രോഗ്രാമുകൾ തന്നെയാണ്. ഷാഹദ് 129, മെഹാജർ സീരീസ് പോലുള്ള ഡ്രോണുകൾ സ്വയംഭരണ പറക്കൽ, ലക്ഷ്യം തിരിച്ചറിയൽ, കൂട്ടം ഏകോപനം എന്നിവയായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള സംഘർഷ മേഖലകളിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. കൂടാതെ നിരീക്ഷണത്തിനും കൃത്യമായ ആക്രമണങ്ങൾക്കുമുള്ള ഉപകരണങ്ങളായി ഇവയെ കാണുകയുമാണ് ഇറാൻ ചെയ്യുന്നത്. സൈബർ ചാരവൃത്തി, ഡാറ്റ വിശകലനം, ഓട്ടോമേറ്റഡ് ആക്രമണങ്ങൾ എന്നിവയിൽ ഇറാന്റെ സൈബർ യൂണിറ്റുകൾ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ നിയന്ത്രിത മാൽവെയർ, നുഴഞ്ഞുകയറ്റം കണ്ടെത്തൽ സംവിധാനങ്ങൾ, സൈബർ കമാൻഡർ സെന്ററുകളിൽ പിന്തുണയുള്ള തീരുമാനമെടുക്കൽ എന്നിവയും ഉൾപ്പെടുന്നു. പ്രോക്സി യുദ്ധത്തിന്റെ ചരിത്രവും ഇസ്രായേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പിരിമുറുക്കവും കണക്കിലെടുക്കുമ്പോൾ ആയുധങ്ങളിൽ യുടെ ഇറാൻ ഉപയോഗവും പ്രാദേശികവും ആഗോളവുമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇറാൻ മാരകമായ സ്വയംഭരണ ആയുധങ്ങളിൽ ഉപയോഗിക്കുന്നത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും സ്വയംഭരണ സൈനിക സംവിധാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളെ പിന്നെയും സങ്കീർണമാക്കുകയും ചെയ്യും. ആഭ്യന്തര ഗവേഷണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെയും സാങ്കേതിക വിഭവങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തത്തോടെയും ഇറാൻ കഴിവുകൾ വികസിപ്പിക്കുന്നത് തുടർന്നു വരികയാണ്. ഉപരോധങ്ങൾ ആഗോള സാങ്കേതിക വിപണികളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആയുധ മേഖലയിൽ ഇപ്പോൾ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഇറാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ റഷ്യയുടെ കൈകൾ സുവ്യക്തവുമാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇറാൻ സാങ്കേതിക വിദ്യ യുദ്ധത്തിൽ ഉപയോഗിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അടിപതറുമോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.